ഉത്തര കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ പെട്ട അർജുൻ ഓടിച്ചിരുന്ന ലോറി, ഇതിനെക്കുറിച്ചൊന്നും ഒരു ക്ലൂ ഇല്ല. 7 ദിവസമായി ഇപ്പോൾ അവർ റെസ്ക്യൂ പ്രൊസീജിയേഴ്സ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഇപ്പോഴും 2 ദിവസമായിട്ടാണ് കുറച്ച് ഊർജിതമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ പോയി മീഡിയാസൊക്കെ ഇടപെട്ടപ്പോഴാണ് കുറച്ച് ഊർജിതമായിട്ട് തിരഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാണ്ട്. അപ്പോൾ ഇപ്പോൾ ന്യൂസിൽ കണ്ടൊരു കാര്യമാണ്, കർണാടക മണ്ണിടിച്ചിൽ വീണ്ടും പ്രതീക്ഷ, റഡാർ സിഗ്നൽ ലഭിച്ചു, നാളെ പരിശോധന പുഴയിലെ മൺകൂനയ്ക്ക് സമീപം, ഇന്ന് മടങ്ങില്ലെന്ന് സൈന്യം. ഓക്കെ, സൈന്യം മടങ്ങും എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. എന്താണെങ്കിലും പ്രതീക്ഷ ഉണ്ട്, സൈന്യം മടങ്ങുന്നില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ ന്യൂസ് കിട്ടിയപ്പോൾ തന്നെ ഇനി നാളത്തേക്കും കൂടി നമുക്കൊരു പ്രതീക്ഷയാണ്, 8ാമത്തെ ദിവസത്തേക്ക് നമുക്കൊരു പ്രതീക്ഷയാണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം, അർജുൻ്റെ അമ്മ വന്നിട്ട് മീഡിയനോട് സംസാരിച്ചിരുന്നു, മീഡിയനെ അഡ്രസ് ചെയ്തിരുന്നു. ആ അമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ആദ്യം തുടങ്ങാം. ഇത് കാഴ്ചക്കാർ കുറച്ച് കോമാളികൾ നെഗറ്റീവ് കമന്റ് അടിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും അറിയില്ല ഈ നേരിട്ട് സഹിക്കുന്ന ആളുകളെ മനോവിഷമം. അങ്ങനെയുള്ളവർക്കും കൂടെ ഞാൻ ഒന്നും അല്ല പറയുന്നില്ല. ഇത്രയൊക്കെ എനിക്ക് എൻ്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. നല്ല ബോൾഡാണ് കേട്ടോ. കാരണം എന്താ അറിയോ, ഇവരുടെ ഈ അമ്മയാണെങ്കിലും അർജുൻ്റെ അനിയത്തിയാണെന്നുണ്ടെങ്കിലും വൈഫാണെന്നുണ്ടെങ്കിലും ഒക്കെ വന്ന് സംസാരിക്കുന്ന വീഡിയോസിന് അടിയിൽ വരുന്ന കമൻറ്റുകളാണ് ഈ കാണുന്നത്. എന്ത് വീട്ടുകാരാണിത്? ഒരു ഫീലിംഗും ഇല്ല, സ്വന്തം രക്തബന്ധമാണ് ആ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നത്. പെങ്ങൾക്ക് വിഷമം സഹിക്ക വയ്യ, ഇന്നലെ ഒരു ന്യൂസ് ചാനൽ ഫോണിലൂടെ ചിരിച്ച് വർത്തമാനം പറയുന്നു. ഇവൾക്കൊരു സങ്കടമില്ല, പാവം ആ മോള് കുഞ്ഞു സങ്കടം. ഇങ്ങനെ വീട്ടുകാരെ നിരത്തി കമൻ്റ് ഇടുന്ന കുറേ റോക്കറ്റ് മക്കൾ, അങ്ങനെ തന്നെ പറയണം. സ്വന്തം വീട്ടിലാണ് നടന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീട്ടിലുള്ള ആൾക്കാരുടെ മുഖം നോക്കി ഇരുന്നിട്ട് കമൻ്റ് അടിക്കാൻ നിൽക്കൂ. അതിലും ഒരു രസം കണ്ടെത്തല്ല. അല്ല, അവിടെ ആ അമ്മ കൃത്യമായി ഇതിന് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കാൻ മാത്രമല്ല, ഭയങ്കര ക്ലാരിറ്റിയിലാണ് ഒരു കാര്യം, ഭയങ്കര ക്ലിയർ ആയിട്ട് അവർ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞതാണ്, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനടിയിൽ നിങ്ങളെ ദുഷിപ്പ് കൊണ്ടുപോയിട്ട് കുത്തി ഇടാതിരിക്കുക. നാളെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ സംഭവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുള്ളൂ. ഇനി ഞാൻ രാവിലെ ഇട്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സിലിണ്ടർ ബ്ലാസ്റ്റ്, ടാങ്കർ ബ്ലാസ്റ്റിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോട്ട് സിലിണ്ടർ, ടാങ്കർ ബ്ലാസ്റ്റ്, സോറി. അപ്പോൾ അതിൻ്റെ കുറേ കമൻറ്റ് സെക്ഷനിൽ കണ്ടു, അങ്ങനെ ടാങ്കർ ബ്ലാസ്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കഷ്ണങ്ങൾ കാണേണ്ടതല്ലേ, അതിൻ്റെ ബിറ്റ്സ് ആൻഡ് സ്ക്രിപ്റ്റ്സ് കാണേണ്ടതല്ലേ, പീസസ് കാണേണ്ടല്ലേ, വുഡിൻ്റെ പീസ് കാണേണ്ടതല്ലേ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനൊരു പോസിബിലിറ്റിയാണ് പറഞ്ഞത്. ആ പോസിബിലിറ്റിയിലേക്ക് എൻ്റെ സംശയങ്ങൾ സോളിഡിഫൈ ചെയ്യുന്ന രീതിയിലുള്ള കുറേ വിഷ്വൽസും കാര്യങ്ങളും അവിടെയുള്ള ഒരു പയ്യനായിട്ട് ഞാൻ സംസാരിച്ചു, യോഗേഷിനായിട്ട് സംസാരിച്ചതിൻ്റെ ഒരു ക്ലിപ്പും, പിന്നെ ന്യൂസ് ബൈറ്റിൽ, കന്നഡ ന്യൂസ് ബൈറ്റിൽ അവിടുത്തെ ഇൻസിഡൻറ്റിൽ പെട്ട് വീട് നഷ്ടപ്പെട്ട ഒരു വ്യക്തി വന്നിട്ടും സിലിണ്ടർ ബ്ലാസ്റ്റിനെ കുറിച്ച് പറയുന്നതൊക്കെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ വെക്കാൻ തന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു കോമൺ സെൻസിൽ നിങ്ങൾ ആലോചിച്ചു, ഒരു സിലിണ്ടർ, അഗെയിൻ സിലിണ്ടർ എന്ന് ഞാൻ പറയുന്നത്, സിലിണ്ടർ അല്ല, സോറി, ടാങ്കർ ഇങ്ങനെ മണ്ണിൽ ഒലിച്ച് വരികയാണ്, മണ്ണും കല്ലുമായിട്ട്. പുഴയുടെ നടുവിലെത്തുമ്പോൾ ടാങ്കർ ഒന്നിനും താന്ന് കിടക്കും അല്ലെങ്കിൽ പൊങ്ങി കിടക്കും. ഓക്കെ, നല്ല ലോഡാണ്, പക്ഷേ മണ്ണും കല്ലും ഒക്കെ ആയതുകൊണ്ട് ചളിയുടെ അടിയിൽ ഇത് താന്നു പോകാനും ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു ഭാഗം മാത്രമൊക്കെ പുറത്ത് പൊന്തി കിടക്കും, കാരണം ചളിയുടെ ഒപ്പമാണ് വരുന്നത്. ലൈനിൽ തട്ടി ബ്ലാസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ സുനാമിയുടെ തിരകൾ വരുന്ന പോലെയാണെന്നാണ് അവിടെ അടുത്തുള്ള വീട്ടുകാർ പറഞ്ഞത്. അപ്പം ഞാൻ ഇന്ന് വീണ്ടും ഞാനിവിടെ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് വെച്ചുതരാം. 4 ദിവസം, അതായത് പ്രിസൈസ്ലി പറഞ്ഞ ഈ സംഭവം നടന്നത് ദ വെരി നെക്സ്റ്റ് ഡേ, പബ്ലിക് ടി വി എന്ന് പറഞ്ഞിട്ടുള്ള കന്നഡ ടി വിയിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ്. ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്താ പറയുക, ഷിരൂർ ലാൻഡ് സ്ലൈഡ്, പീപ്പിൾ സേ ദ LPG ടാങ്കർ ബ്ലാസ്റ്റ് ഹാസ് ഇഞ്ചേർഡ് സെവറൽ പീപ്പിൾ എന്നാണ്. അവർ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു ടാങ്കർ ബ്ലാസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അതൊക്കെ എപ്പം അതിനെക്കുറിച്ച് പറയുന്നില്ല ആരും. അതെ, ആ വെള്ളത്തിന്റെ അടിയിൽ പോയ പോലെ തന്നെ ഇങ്ങനത്തെ ന്യൂസുകളും വെള്ളത്തിന്റെ അടിയിൽ പോകും. ഞാൻ ഒരു വ്യക്തി ഇതിന്ന് സർവൈവ് ചെയ്ത ഒരു വ്യക്തി പറയുന്നത് കേട്ടോണ്ട്, ನೋಡಿದ ಪ್ರಕಾರದಲ್ಲಿ ದರೆ ಬಂದೆ ಆ ಕಂಬ ಬಂದೆ ಸಿಲಿಂಡ್ರ್ ಗಾಡಿ ಬಂದು ಬಿದ್ದು ಹೊಡೆತಕ್ಕೆ ಅದು ಬ್ಲಾಸ್ಟ್ ಆಯ್ತಾ ಏನಾಯ್ತೇನೋ, ನೀರು ಹಾರಿ ಬರ್ಬೇಕಾದ್ರೆ ಓಡೋಗಾರೆ ಮನೆ ನನಗೆ ಗುದ್ದಿ ಕೆಳಗೆ ಅಡ್ಡ ಬಿದ್ದಿತ್ತು. കണ്ടോ, മൂപ്പരും ടാങ്കർ വരുന്നത് കാണുന്നുണ്ട്, ബ്ലാസ്റ്റ് ആയി തന്നെയാണ് സംശയം എന്ന് പറയുന്നവർ. കാരണം അത്രയും വലിയ ശബ്ദമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്, അത്രയും വലിയ തിരകളാണ് അവിടെ വന്നിട്ടുള്ളത്. അത് നോർമലി ഒരു മല ഇടിഞ്ഞ് വെള്ളത്തിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ക്വാണ്ടിറ്റിയിലുള്ള വെള്ളമല്ല അപ്പുറത്തെ സൈഡിലേക്ക് തെറിച്ചിട്ടുള്ളത്. ആ
അതായത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴ, ഒരു തടാകത്തിലേക്കാണ് ഇത്രയും വലിയൊരു മല ഇടിഞ്ഞ് വീണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് വെള്ളം തെറിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഒഴുകിക്കൊണ്ടിരിക്കുന്ന നീരൊഴുക്ക് ശക്തമായിട്ട് മഴ പെയ്ത് വെള്ളം ഇങ്ങനെ അടിച്ചു കയറി വരുന്ന ഒരു പുഴയിലേക്ക്, കുത്തിയൊലിച്ചു പോകുന്ന ഒരു പുഴയിലേക്ക് സൈഡിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് എത്ര വലിയ മണ്ണും കല്ലും ആണെന്നുണ്ടെങ്കിലും അത് ഒന്നിലും ഇങ്ങനെ പോകും. അല്ലെങ്കിൽ ഒരു പരിധി വരെ ഇത് എന്തേ ഉള്ളൂ, അപ്പുറത്തെ സൈഡിലേക്ക് ഇടിച്ച് കയറുള്ളൂ. അപ്പൊ ഇത് ഈ മറ്റേ വെള്ളത്തിനടിയിൽ വലിയ ബോംബ് പൊട്ടിക്കുമ്പോ എന്താ ഉണ്ടാവുക, രണ്ട് സൈഡിലും തെറിക്കും. അതുപോലെ സംഭവിച്ചോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് ആ കൂട്ടത്തില് ഇപ്പൊ അർജുൻ ഉണ്ടായിരുന്ന ലോറി ഉണ്ടെന്നോ അങ്ങനെയൊന്നും അല്ല. ഞാൻ എന്റെ മനസ്സിൽ പറയുന്നത് ഇങ്ങനെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകുമ്പോ നോർമലി എന്താ ഉണ്ടാവുക, ഇതിനകത്ത് വന്ന കല്ലും മണ്ണും വീണ്ടും രണ്ട് സൈഡിലേക്കും പോകും. അപ്പൊ അർജുന്റെ വണ്ടി ഈ മണ്ണിന്റെ കൂടെ വന്ന് പുഴയിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ ഈ കടയുടെയും പുഴയുടെയും ഇടയിൽ ഒരു കുഴി ഉണ്ട് എന്ന് പറയുന്നുണ്ട് അവിടുത്തെ ലോക്കൽസ്. ആ കുഴിക്ക് അകത്തേക്ക് ഈ ലോറി വീണിട്ടുണ്ടെങ്കിൽ ഈ ബ്ലാസ്റ്റിലോട് കൂടിയിട്ട് ഈ മണ്ണ് വീണ്ടും എങ്ങോട്ടായി ഇപ്പുറത്തേക്ക് തന്നെ തെറിച്ച് ചാടും. ഓക്കെ, ഇല്ലെങ്കിൽ ആ ബ്ലാസ്റ്റിന്റെ ഒപ്പം തന്നെ ഇനി ഞാൻ സംഭവിച്ചു എന്ന് പറയുന്നില്ല, അങ്ങനെ ഒരു ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിന്ന ഭിന്നമാവും അതിൻ്റെ ചുറ്റുമുള്ള സാധനങ്ങളെല്ലാം. ഓക്കെ, പിന്നെ ഇത് നടന്ന സ്ഥലത്ത് ആ സമയത്ത് ഒരു മനുഷ്യനും ഒരു വിഷ്വൽസ് ഇല്ല, എവിടെയും ഒരു വീഡിയോ കാണാനില്ല, ഒന്നുമില്ല. നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻസിന് ആളുകൾ എത്തിയിട്ടുള്ളത്. ഒഴുകുന്ന പുഴയാണ്. ഇന്ന് 7 ദിവസം, 8ാമത്തെ ദിവസമാണ് നാളെ. നിങ്ങൾ പറയുന്നത് ഒരു കഷ്ണമെങ്കിലും എന്ന് ചോദിക്കുന്നുണ്ടല്ലോ, എങ്ങനെ കഷ്ണം കാണും? ഒലിച്ചു പോകൂലേ? അതിപ്പോ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിലും ആ പുഴയിലാണ് വീണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണം പോലും ഒലിച്ചു പോകും. മരങ്ങളുടെ നിങ്ങൾ ചോദിക്കും ബ്ലാസ്റ്റ് ആകുമ്പോൾ മരങ്ങളുടെ കഷ്ണം ഒലിച്ചു പോകും. അത്രയും കുത്തൊഴുക്കാണ് ആ പുഴയ്ക്കകത്ത്. പിന്നെ മൊബൈൽ ഫോണിന്റെ കാര്യം പലരും പറഞ്ഞു. അവരുടെ വൈഫ് കൃത്യമായി പറയുന്നുണ്ട്, ഒരു ദിവസം പുലർച്ചെ വിളിച്ചു, എന്താ വെരി നെക്സ്റ്റ് ഡേ വിളിച്ചപ്പോൾ ഇത് അർജുൻ വീട്ടിലേക്ക് തിരിച്ച് വിളിച്ചതല്ല. അർജുൻ്റെ ഫോൺ അർജുൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അർജുൻ്റെ ഫോൺ റിങ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ റിങ് ചെയ്യാനുള്ള ചാൻസ് ചിലപ്പോൾ ഈ മണ്ണെല്ലാം കൂടി ഇടിച്ച് വരുമ്പോൾ ലോറിയുടെ ചില്ല് പൊട്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ മൊബൈൽ പുറത്തേക്ക് പോയിരിക്കാം, മണ്ണിൽ പെട്ടിരിക്കാം. ഇനി ഒന്നും അതും വേണ്ട, അർജുൻ ചിലപ്പോൾ വണ്ടിക്കകത്തായിരിക്കില്ല, പുറത്തായിരിക്കും. ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ വീണ് മൊബൈൽ അങ്ങനെ പോയി കാണും. ഈ മൊബൈലിന് കുറേ ഇങ്ങനത്തെ പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ മൊബൈൽ മണ്ണിലാണെങ്കിൽ ചില സമയത്ത് അത് റിങ് ചെയ്തിരിക്കാം, അങ്ങനെ ആയിരിക്കാം. അതിനുശേഷം പിന്നെ ഇല്ല, ആ ഒരു റിങ്ങിൽ അത് അവസാനിച്ചു പിന്നെ റിങ് ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ബ്ലാസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി വേറെ ഒരു ബൈറ്റും കൂടി വെക്കാം. അത് സംഭവ സ്ഥലത്ത് നിന്ന് ഒരു വ്യക്തി കൊടുത്തൊരു ബൈറ്റ്. ಬ್ಲಾಸ್ಟ್ ಆಗಿದೆ. ಬ್ಲಾಸ್ಟ್ ಆದ ತಕ್ಷಣ ಆ ನೀರು ಎತ್ತಿ ಮೇಲ್ತಂದು ಬಿಡುತ್ತೆ. ಅದು ಅಕಸ್ಮಾತ್ ಮಂಜುನಾಥ ಗೌಡ. ಅವ್ರ ಹೆಸರೇನು? ಯಾರು ಮಾತಾಡೋರು? ഈ വ്യക്തി സംസാരിക്കുമ്പോഴും ഈ ബ്ലാസ്റ്റിനെ കുറിച്ച് അവരെല്ലാരും പറയും ഒരു വലിയ ബ്ലാസ്റ്റ് ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. ആ ബ്ലാസ്റ്റിന് ശേഷം വെള്ളം ഇടിച്ചു കയറി വന്നു എന്ന് പറയുന്നത്. ഇവർ ഈ മണ്ണ് ഇടിഞ്ഞ് വരുന്നതിനേക്കാൾ കൂടുതൽ ഈ ബ്ലാസ്റ്റിനെ കുറിച്ചാണ് അവിടെയുള്ള ലോക്കൽസ് സംസാരിക്കുന്നത്. ആൻഡ് ഇപ്പൊ എനിക്ക് ആ ഒരു വിഷ്വൽ കിട്ടിയില്ല. യോഗേഷ് എന്നോട് ഫോൺ വിളിച്ചപ്പോൾ വീണ്ടും വൈകിട്ട് പറഞ്ഞത്, അല്ല എന്താണെങ്കിലും ഒരു വെള്ളത്തിലൊരു ലോറി ഒന്ന് വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്ലാസ്റ്റ് നടക്കൂല. വെള്ളം തീർച്ച ഇയാളെ പറഞ്ഞ പോലെ ഒന്നും വരുന്നില്ല. ഒരു ബ്ലാസ്റ്റ് അല്ലേ അങ്ങനെ ആവാനേ ചാൻസ്. ടാങ്കർ വീണ് പൊട്ടിയാലാണ്. പിന്നെ പലരും പറഞ്ഞു ടാങ്കർ വീണ് പൊട്ടിയ മീൻ മരിക്കില്ലെന്ന്. ഒഴുകി പോവില്ലേടേ ഇതൊക്കെ. ഞാൻ അത്ര ഒഴുകി പോവില്ല ഈ സാധനം. നിൽക്കും ഒരു സ്ഥലത്ത്, പൊട്ടിത്തെറി ഉണ്ടായി ഒഴുകിപ്പോയി വെള്ളം ഒരു സൈഡിലേക്ക് അടിച്ച് കയറി. മനസ്സിലായ? ഈ ബ്ലാസ്റ്റിന്റെ കാര്യത്തിൽ എനിക്ക് ഇതാണ് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അർജുന്റെ. നേരത്തെ പറഞ്ഞ ഒരു ചൂടുവെള്ളം, ആ ചൂടുവെള്ളത്തിന്റെ കാര്യം അത് പിന്നെ അത്ര കൺഫേം അല്ല നമുക്ക്. യോഗേഷിനോട് പറഞ്ഞത് അവിടെയുള്ള സർവൈവേഴ്സിൽ കുറച്ച് പേര് പറയുന്നത് വെള്ളത്തിന് ഭയങ്കര ചൂടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അറിയില്ല, നമുക്ക് അതിന്റെ ഒരു കൺഫർമേഷൻ ഇല്ല, നമ്മൾ പറയുന്നില്ല. യോഗേഷ് പറഞ്ഞത് അവനും ഈ പറഞ്ഞ മാതിരി അവര് പറഞ്ഞൊരു അറിവേ ഉള്ളൂ. ഓക്കെ, ഞങ്ങൾ ഏറ്റവും അഭിമാനത്തോടെ കാത്തു നിന്ന് ഞങ്ങൾ മിലിറ്ററി ആവശ്യപ്പെട്ട് കാണിച്ചാൽ മിലിറ്ററി വന്നിട്ട് ഞങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് ഈ ദൗത്യത്തിൽ വിജയിച്ച് കാണിക്കുന്നു. പക്ഷേ മിലിറ്ററി വന്നിട്ട് ഇത്രയും മണിക്കൂറുകളായിട്ട് യാതൊരു സംഭവങ്ങളും പോലെ ഭാഗത്തുനിന്നുണ്ടായില്ല. കാര്യമായിട്ട് സംഭവിച്ചത് ഇവിടുന്ന് രഞ്ജിത്ത് സാറ് പോയത് മാത്രമാണ്. ആ സാറ് പോയതിന് ശേഷമാണ് അവിടെ ഒരു അന്വേഷണത്തിൻ്റെതായിട്ടുള്ളൊരു ഭാഗം നടക്കുന്നത്. ഇന്ത്യൻ മിലിറ്ററിന്റെ ഈ ഒരു അവസ്ഥയെ പറ്റിയിട്ട് എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം ഓല ഞാൻ കുറ്റം പറയല്ല, ഓൽക്ക് നിർദ്ദേശത്തിന്റെ കുറവുണ്ട്. പിന്നെ ഓല് വന്നപ്പോൾ ഉപകരണങ്ങൾ ഇല്ലാത്തത് തന്നെ സംശയമുണ്ട്. ഇത് മോനെ കാണാതൊക്കെ ഈ വാഹനം അവിടെ ഇല്ലാന്ന് തെളിയിക്കുക എന്നുള്ള ആരൊക്കെ ഒരു പ്രസ്റ്റേജ് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാരണവശാലും ഞാൻ ഇങ്ങനെ ഒരു മാധ്യമത്തിന്റെ മുന്നിൽ വരുമെന്ന് വിചാരിച്ചല്ല.
ഇങ്ങനെയൊരവസ്ഥ എനിക്ക് ഇന്ന് വൈകുന്നേരം വരെയുള്ള അന്വേഷണം അവിടുത്തെ നിരീക്ഷിച്ചുകൊണ്ട് വന്നാണ്. ഒരു അമ്മ പറയുമ്പോൾ അവർ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. കാരണം അവർ അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതായത് ആരുടെയൊക്കെയോ താല്പര്യങ്ങളാണ് ആ വണ്ടി ഇപ്പോൾ അവിടെ ഇല്ല എന്ന് വരുത്തി സ്ഥാപിക്കുക എന്നുള്ളത്. ഈ ഒരു കാര്യം ഈ അമ്മ പറയുമ്പോഴും ഞാൻ ഇന്ന് വാട്സാപ്പിൽ എനിക്ക് രാവിലെ മുതൽ ഈ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ പിന്നെ അത് വീഡിയോയിൽ വെച്ചില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, അത് പറയാം. ഓക്കെ, ആദ്യത്തെ 2 ദിവസങ്ങളിൽ കർണാടക നടത്തിയത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം. അത് അവിടുത്തെ ആളുകൾ തന്നെ പറയുന്നുണ്ട്. സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം ഒന്നും അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് അവിടുത്തെ ലോക്കൽസ് പറയുന്നുണ്ട്. പുഴയിലേക്ക് മറിഞ്ഞ ഫുൾ ടാങ്കർ ഗ്യാസ് കണ്ടെത്തി. ചുറ്റിലുമുള്ള ഗ്രാമവാസികളെ മുഴുവൻ ഒഴിപ്പിച്ച് ഗ്യാസ് ടാങ്കർ സുരക്ഷിതമായി റിലീസ് ചെയ്തു. ഗ്രാമവാസികളെ മുഴുവൻ തിരികെ കൊണ്ടുവന്നു. 7 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇതൊക്കെ ഇപ്പോഴാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അറിയുന്നതെന്ന്. പക്ഷെ അവിടുത്തെ ലോക്കൽസ് തന്നെ പറയുന്നത് അവിടെ ഈ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് അവിടുത്തെ മീഡിയാസ് മുക്കി. ഈ വീട് ഒലിച്ചു പോയവരുടെ അടുത്തൊന്നും ആരും പ്രോപ്പറായിട്ട് ചെന്നിട്ട് എന്ത് ചെയ്യില്ല, എൻക്വയറിയും കാര്യങ്ങളൊന്നും നടത്തുന്നില്ല. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ അടിച്ചു വിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക രാഷ്ട്രീയമായിട്ട് എന്തോ ഒരു രാഷ്ട്രീയക്കാൾ ഉള്ള പോലെ എനിക്ക് തോന്നുന്നത്. നോക്കി, ലോറി കരയിലില്ലെന്ന് സൈന്യം. പുഴ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിൽ ആദ്യ 2 ദിനം കൊണ്ട് 7 പേരുടെ ബോഡിയും ടാങ്കർ ലോറിയും കണ്ടെത്തിയ മികച്ച ടീമിന് ഊഹാപോഹങ്ങൾ ഊന്നി സമ്മർദ്ദം നൽകി തെറ്റായ ദിശയിലേക്ക് ആക്കിയത് ലോറി ഓണർ മനാഫും മാധ്യമങ്ങളും. തുടക്കത്തിലെ ശരിയായ ദിശയിൽ പോയ കർണാടകയുടെ രക്ഷാദൗത്യത്തെ തെറ്റായ ദിശയിലേക്ക് എത്തിച്ചവർക്ക് മാപ്പില്ല. അപ്പം ഇങ്ങനെയൊക്കെ വരുന്നത് ഇതെന്തെന്നത്? ഞാനൊരു കാര്യം പറയാം. ഇവിടെ ആദ്യത്തെ ദിവസം കലക്ടർ മാഡം വന്ന് പറയുന്നത് ഇവിടെ ഈ നടന്ന രക്ഷാ ദൗത്യത്തിൻ്റെ കാര്യത്തിൽ സ്കൂബ ഡൈവിങ് ടീം വന്നു. അവർ തപ്പിയ സമയത്തൊന്നും ഈ പറഞ്ഞ പോലെ എന്തില്ല, ഒരു മേജർ ഫൈൻഡിങ്സ് ഇല്ല എന്നുള്ളതാണ് ആര് പറഞ്ഞത്? കളക്ടർ മാഡം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വിഷ്വൽസൊക്കെ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, 2 വീഡിയോ ചെയ്തതിൽ ഒരു വീഡിയോയിൽ ഞാനത് കൃത്യമായി വെച്ചിട്ടുണ്ട്. ഇനി ഇതും പോട്ടെ, ഈ കാര്യങ്ങൾ ആ ലോക്കൽസ് എന്ത് പറയണം? അവിടെ രക്ഷാദൗത്യം 2 ദിവസമായിട്ട് നടന്നോ ഇല്ലെന്ന് കൃത്യമായിട്ട് അവർ കൃത്യമായി പറഞ്ഞു. 2 ദിവസം അവിടെ മര്യാദയ്ക്കുള്ള ഒന്നും നടന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ ശക്തമായ തെരച്ചിലും കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. അവിടെ ഈ കേരളത്തിൽ നിന്ന് പോയ ആളുകളുടെ പ്രഷർ ഇവിടെ എന്താ സംഭവിച്ചാൽ അർജുന്റെ മേലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. അതൊരുണ്ടായ കാര്യമാണ്. അവിടെ ഇനിയും എന്താ പറയാ, ആളുകൾ കണ്ടുപിടിച്ചിട്ടില്ല മൃതദേഹങ്ങൾ. കുറച്ചധികം എനിക്ക് തോന്നുന്നു 3-4 പേരുടെയെങ്കിലും മിസ്സിംഗ് ആണ്. അതൊന്നും കണ്ടുപിടിച്ച് തന്നെ അവരെ 2 പേരും ഉണ്ട് തന്നെയാണല്ലേ പറയണത്? ഏതാ? അല്ല, കർണാടക 2 ആളുകൾ കൂടെ അവരുടെ കൂട്ടത്തിലുണ്ടെന്നല്ല. പക്ഷെ ഇത് നമ്മള് മലയാളികൾ പോയി അവിടെ ഇങ്ങനെ ആയപ്പോ ഇന്നിപ്പോ പോലീസുകാരൊക്കെ മലയാളികളെ അവിടുന്ന് പോണെന്ന് പറഞ്ഞ് കച്ചറുണ്ടാക്കലും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, അതിനിപ്പോ എന്തോ ഒരു തീരുമാനം ആക്കിയിട്ടുണ്ടല്ലോ, 25 ഓക്കെ, അതൊക്കെ പിന്നെയും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. കാരണം ദുരന്തമുഖത്ത് അങ്ങനെ ആളുകൾ ഇടിച്ചു കയറി ചെന്ന് ഇപ്പോൾ എല്ലാവരും ഇത് കമ്പയർ ചെയ്യുന്നത് കോഴിക്കോട് ഉണ്ടായ വിമാനാപകടമാണ്. വിമാനാപകടം ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് തിങ്. എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു മലയുടെ ചെരുവിൽ ഇത്രയും ആളുകൾ പോകുമ്പോൾ നാളെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഇടയിലും അവിടെ കനത്ത മഴയിലും മണ്ണിടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ചോദ്യം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, സാധ്യത ഇനിയുണ്ട്. അപ്പം അതിൻ്റെ കാര്യത്തിലൊന്നും ഞാൻ എന്ത് പറയുന്നില്ല. അവിടെ ഒരു വിഷയം ലൈക്ക് അങ്ങനെ ഒരു കൺസേൺ അവിടെ ഉണ്ട്, ജെന്യുവൻ കൺസേൺ ആണ് അവിടെ ഇരിക്കുന്നത്. അപ്പം പിന്നെ ആ കാര്യത്തിൽ എനിക്കൊരു കോളില്ല. ഓക്കെ, ഇനി ഇവിടെ എടുത്ത് പറയേണ്ടതും കാണിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യുന്ന പരിപാടി ഇതുണ്ടെങ്കിൽ ലോറി കണ്ടെത്തി അർജുൻ സുരക്ഷിത എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ മാർക്ക് വളരെ ഭംഗിയാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ വീഡിയോൻ്റെ വ്യൂവർഷിപ്പ് നോക്കിയതിന് 1.1 മില്യൺ. ഈ ഒരു ഒറ്റ തംബ്നെയിലുകൊണ്ടാണ് ഈ വ്യൂവർഷിപ്പ് 1.1 മില്യൺ എത്തിയത്. ന്യൂസ് 18 കേരളം. ഇങ്ങനത്തെ തംബ്നെയിലുകൾ നിങ്ങൾ ഇടുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, ഈ സുരക്ഷിതം ഇതൊക്കെ ഇത് ഇടുമ്പോൾ എന്താ പറയുക, വീട്ടുകാരും നാട്ടുകാരൊക്കെ കാത്തിരിക്കുകയല്ലേ. ഇതിപ്പോ ഇതൊക്കെ അപ്പൊ തന്നെ വീട്ടുകാർക്ക് എത്തിച്ചിട്ടുണ്ടാവും. പണ്ട് സമാധാനിക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടാൻ വെയിറ്റ് ചെയ്യല്ലേ. ഇങ്ങനത്തെ കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കി വിടുക. കാരണം ഇങ്ങനത്തെ മാധ്യമങ്ങൾ ഒരു വഴിക്ക് ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒരു വഴിക്ക് ഉപദ്രവം കൂടിയും ചെയ്യാതിരിക്കുക. അല്ല, ഇതൊക്കെ മാധ്യമധർമ്മത്തിന്റെ ഭാഗമാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കണം. ഇനി ഒരു വെരി വൈറ്റൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാനിവിടെ വെക്കാം. അതായത് ഈ നാഷണൽ ഹൈവേൻ്റെ പണി നടന്ന സമയത്ത് കർണാടകയിലെ പല നാഷണൽ ഹൈവേസിൻ്റെ പണിയും ഈ മണ്ണെടുക്കുന്നത് അശാസ്ത്രീയമായിട്ടാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം അവിടെ നടന്നിട്ടുണ്ട്. കാരണം അവിടെ കുന്നുകൾ ഇടിച്ച് ഈ NH ഉണ്ടാക്കുന്ന സമയത്ത് കുന്നുകൾക്ക് മുകളിൽ റിസോർട്ടുകളും കാര്യങ്ങളും ഹെവി ബിൽഡിങ്ങുകളും ഒക്കെ വെച്ച് പൂളുകൾ ഉണ്ടാക്കി ആ മണ്ണിൻ്റെ ഘടന അറിയാതെ
എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന സ്ഥലത്ത് ഇതൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ വീഡിയോ അതിന് ಮುമ്പ് ചെയ്തിട്ടുണ്ട്. ಉದಾಹರಣೆಗೆ ಇಲ್ಲೇ ನೋಡಿ, ರಸ್ತೆ ಸಲುವಾಗಿ ಗುಡ್ಡಗಳನ್ನು ಕಡಿದಿದ್ದಾರೆ. ಆ ಕಡಿದ ಗುಡ್ಡ ನೇರವಾಗಿ ವರ್ಟಿಕಲ್ಲಾಗಿ ಚೌಕಾಕಾರದಲ್ಲಿ ಕಟ್ ಮಾಡಿರೋದ್ರಿಂದ ನಂತರದ ವರ್ಷಗಳಲ್ಲಿ ನಿರಂತರವಾಗಿ ಇದು ಜಾರ್ತಾ ಇರ್ತದೆ. ನೀವು ಎಲ್ಲೇ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿ ಮಾಡಿರಲಿ ಅಥವಾ ರಸ್ತೆ ನಿರ್ಮಾಣಕ್ಕಾಗಿ ಗುಡ್ಡಗಳನ್ನು ಕಡಿದಿರಲಿ, ಅಲ್ಲಿ ನಿರಂತರವಾಗಿ ಗುಡ್ಡ ಕುಸಿತಕ್ಕೆ ಆರಂಭ ಆಗ್ತದೆ. ಇದಕ್ಕೆ ಕಾರಣ ಅಂತ ಹೇಳಿದರೆ ಅವೈಜ್ಞಾನಿಕವಾಗಿ ಗುಡ್ಡವನ್ನು ಕತ್ತರಿಸೋದು ಅಂತ ನಾವು ಹೇಳ. ಅರ್ಧಕ್ಕಿಂತ ಹೆಚ್ಚಿಗೆ ಭೂ ಕುಸಿತಗಳಿಗೆ ಕಾರಣ ಪ್ರವಾಸೋದ್ಯಮ. ಅಂದರೆ ರೆಸಾರ್ಟ್ಗಳನ್ನು ಗುಡ್ಡದ ಮೇಲೆ ಮಾಡ್ತಾರೆ, ಅದಕ್ಕೆ ಹೋಗಲಿಕ್ಕೆ ರಸ್ತೆ ಮಾಡ್ತಾರೆ, ಕಾಲು ದಾರಿಗಳನ್ನು ಮಾಡ್ತಾರೆ, ಅಲ್ಲೆಲ್ಲ ಗಿಡ ಮರಗಳನ್ನು ಕಡಿತಾ ಹೋಗ್ತಾರೆ. ಆ ರಸ್ತೆಗಳನ್ನು ಮಾಡೋದಲ್ಲದೆ ಮೇಲೆ ಗುಡ್ಡದ ಮೇಲೆ ಸ್ವಿಮ್ಮಿಂಗ್ ಪೂಲನ್ನು ನಿರ್ಮಾಣ ಮಾಡ್ತಾರೆ. ಇವನ್ನೆಲ್ಲ ಮಾಡೋದ್ರಿಂದ ಆ മണ്ണിನ ಮೇಲೆ ಭಾರ ಜಾಸ್ತಿ ബിക്കോസ് ഈ നിർമ്മാണങ്ങൾ ഇതേ സ്ഥലത്തിനെ കുറിച്ച് മൂപ്പര് വളരെ കൃത്യമായിട്ടൊരു കർണാടക, എനിക്ക് തോന്നുന്നത് ഈ എൻവയോൺമെന്റുമായിട്ട് റിസർച്ച് നടത്തുന്ന ആരോ ആണ് ഈ വ്യക്തി. ഞാൻ ഈ എൻ്റെ ഇത് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതേപോലെ NHകളും റോഡുകളും നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മല തുരന്നും ചെത്തിയും സ്ലോപ്പ് ആക്കിയിട്ടൊക്കെ ഇതേപോലെ നടക്കുന്നുണ്ട്, റോഡ് പണി നടക്കുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ഇപ്പം ഈ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത് ഒരു പക്ഷേ കർണാടക ഗവൺമെൻറ് ഇത് വലിയ രീതിയിൽ ഒരു നാഷണൽ വൈഡായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് വരരുത് എന്ന് വിചാരിച്ചത് മേ ബി ഇതിപ്പോൾ ഇവരുടെ NH അതോറിറ്റിയുടെ കയ്യിലാണ്. ഓക്കെ, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്തൊക്കെയോ ഒരു നിഗൂഢമായ സംഗതികൾ ഉണ്ടോയെന്ന് ഇപ്പം എനിക്ക് സംശയം വരുന്നത്. അല്ല, സീരിയസ് ആയിട്ട് ഞാൻ പറയാം, സെൻട്രലാണോ പ്രശ്നം, അവിടെ ഭരിക്കുന്ന ഇപ്പോഴത്തെ കോൺഗ്രസ് ആണോ പ്രശ്നം, ഇതിലൊക്കെ എന്തൊക്കെയോ പൊളിറ്റിക്സ് ഉള്ള പോലെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ എനിക്ക് പല കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഫീൽ ആവുന്നുണ്ട്. കാരണം ഈ ബ്ലാസ്റ്റ് ആയി ആൾക്കാർ പറയുന്നത് വരെ മുക്കിപ്പോണ്. പിന്നെ എത്ര ഈ പറഞ്ഞ ടാങ്കറുകൾ ഉണ്ട് എന്നുള്ളതിന് കണക്ക് കളക്ടറേറ്റ് പോലും ഇല്ല. അല്ല, ഒന്നാമത് എന്താ വെച്ചാൽ നമുക്ക് അവിടെ CCTV ദൃശ്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ സമീപവാസികൾ പറയുന്ന കാര്യങ്ങൾ മുഖവരയ്ക്ക് എടുക്കുക എന്നുള്ളതാണ്, അത് ആരും മൈൻഡ് ചെയ്യില്ല എന്നുള്ളതാണ് അതിലൊരു സത്യം. എന്താണെങ്കിലും ആകെ ഇനിയുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഒലിച്ചുപോയ കടയുടെയും ഈ പുഴയുടെ മധ്യഭാഗത്തുള്ള മൺകൂനി, ഈ ഒലിച്ചുപോയ കടയുടെ സൈഡിലുള്ള മണ്ണിൻ്റെ ഡെപ്പോസിറ്റ്, ആ ഡെപ്പോസിറ്റിൻ്റെ അകത്തേക്ക് വീണ്ടും മണ്ണ് കോരിയിട്ടിട്ടുണ്ട്. റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഇവിടെ നിർത്ത മണ്ണ് അപ്പുറത്ത് കൊണ്ടുവരുന്ന ഒരു പരിപാടിയും ചെയ്തിട്ടുണ്ട്. കാരണം നാളത്തെ ഒരു ദിവസം പ്രതീക്ഷയോടെ കാത്തിരിക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, കുറേയൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചുള്ള ഊഹങ്ങളാണ്. പിന്നെ പലരും ചോദിച്ചു എനിക്ക് കാർ എടുത്താൽ പോയിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ കാർ എടുത്ത് പോകാൻ പറ്റിയൊരു സിറ്റുവേഷനിലല്ല ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ വീഡിയോസ് ചെയ്യുന്നു തന്നെ ഉള്ളൂ. എൻ്റെ ലൈഫിൽ എനിക്ക് പോകണം, എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഒരു മീഡിയാസിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് അവിടുത്തെ ഈ പറഞ്ഞ 1-2 ലോക്കൽസിനായിട്ട് അറിയുന്നതുകൊണ്ട് മേ ബി കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടിയെന്ന് വരാം. പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്ക് നിങ്ങളോടിപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട്, പിന്നെ ഇതിൻ്റെ ഡെയിലി ജോബ് ആയതുകൊണ്ടുമാണ് ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, പോകാൻ പറ്റാത്തത്. എനിക്കൊരു ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം എൻ്റെ സൈഡിലുണ്ട്. സോ അതുകൊണ്ട് അത് എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ അല്ല ഞാൻ പറയുന്നത്, എനിക്ക് വേറൊരു ഇഷ്യൂ എൻ്റെ ഫാമിലിയിൽ നിന്ന് അതുള്ളത് കൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റാത്തത്. ഇതിന് ഡെഫിനറ്റ്ലി ഞാൻ പോയിട്ടുണ്ടാവും. എനിക്ക് ഇവിടെ ഇരുന്ന് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഞാൻ മാക്സിമം ചെയ്തു നോക്കുന്നുണ്ട്. മീഡിയാസ് ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ സ്ട്രീം ചാനലുകൾ ഞാൻ കുറച്ച് പേരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല എന്താ റെസ്പോൺസ് എന്നുള്ളത്, നമുക്ക് നോക്കാം.